എല്ലാ പ്രിയ വിദ്യാർത്ഥികൾക്കും പുതിയവിടേക്ക് സ്വാഗതം. അങ്ങനെ കേരളത്തിൽ ഈ വർഷത്തോടു കൂടി 3 വർഷ ബിരുദ വിദ്യാഭ്യാസം 3 ഇയർ ഡിഗ്രി പ്രോഗ്രാം അവസാനിക്കുകയാണ്. അപ്പോൾ ഇനി ഏത് പരീക്ഷകളാണ് ആദ്യം നടക്കുക? ഇപ്പോൾ ഇനി വരും വർഷങ്ങളിൽ FIUGP പരീക്ഷകളായിരിക്കുമോ അതോ സപ്ലിമെൻ്ററി ഇമ്പ്രൂവ്മെൻറ്റ് പരീക്ഷകളായിരിക്കുമോ ആദ്യം നടക്കുക എന്നുള്ളതെല്ലാം പല വിദ്യാർത്ഥികളും നമ്മളോട് കമൻ്റ് അയച്ചും അല്ലാതെയൊക്കെ ചോദിക്കുന്ന സംശയം തന്നെയാണ്. നമുക്ക് നോക്കാം. അങ്ങനെ കേരളത്തിൽ ഈ വർഷത്തോടു കൂടി ഈ വർഷം നിങ്ങളുടെ കോളേജുകളിൽ സൂപ്പർ സീനിയേഴ്സ് വിദ്യാർത്ഥികളായ 3 വർഷ ബിരുദ വിദ്യാർത്ഥികളുടെ അവസാന ബാച്ചാണ്. ഈ വരാൻ പോകുന്ന 6ാം സെമസ്റ്റർ ബിരുദ പരീക്ഷ കഴിയുന്നതോടുകൂടി കേരളത്തിൽ ഔദ്യോഗികമായിട്ട് എന്ത് ചെയ്യുകയാണ്? 3 വർഷ ബിരുദ വിദ്യാഭ്യാസം അവസാനിക്കുകയാണ്. അത് കേരള യൂണിവേഴ്സിറ്റി ആയാലും കണ്ണൂർ യൂണിവേഴ്സിറ്റി ആയാലും കാലിക്കറ്റ് ആയാലും MG ആയാലും എവിടെയായാലും 3 വർഷ ഡിഗ്രി വിദ്യാഭ്യാസം അവസാനിക്കുകയാണ്. ഇനി വരും വർഷങ്ങളിൽ സപ്ലിമെൻ്ററി ഇമ്പ്രൂവ്മെൻ്റ് പരീക്ഷകൾ മാത്രമേ, സാധാരണഗതിയിൽ 3 വർഷ ബിരുദ ഡിഗ്രി വിദ്യാർത്ഥികളുടെ പരീക്ഷ റെഗുലർ സപ്ലിമെൻ്ററി ഇമ്പ്രൂവ്മെൻ്റ് പരീക്ഷകൾ ഒന്നിച്ചായിരുന്നെങ്കിൽ ഇനി വരും വർഷങ്ങളിൽ സപ്ലിമെൻ്ററി ഇമ്പ്രൂവ്മെൻ്റ് പരീക്ഷകൾ മാത്രമേ കാണുകയുള്ളൂ. റെഗുലർ എന്ന് പറയുന്നത് 4 വർഷ ബിരുദ വിദ്യാർത്ഥികളായിരിക്കും. അപ്പോൾ പല വിദ്യാർത്ഥികളും നമ്മളോട് കമൻ്റ് അയച്ചും അല്ലാതെയൊക്കെ ചോദ്യമാണ്, വരും വർഷങ്ങളിൽ 4 ഇയർ പരീക്ഷയായിരിക്കുമോ അത് നടക്കുക, അതുപോലെ തന്നെ 3 വർഷ വിദ്യാർത്ഥികളുടെ ആയിരിക്കുമോ? മോസ്റ്റ് പ്രോബബ്ലി ഇപ്പോൾ തന്നെ നമുക്ക് കാണാൻ സാധിക്കുന്നത്, എക്സാമ്പിൾ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി എടുക്കുകയാണെങ്കിൽ ഇപ്പോൾ തന്നെ നമ്മൾക്ക് കാണാൻ സാധിക്കുന്നത്, ഇപ്പോൾ നമ്മുടെ അടുത്തിടയിൽ നടന്ന ഉദാഹരണം എടുക്കുകയാണെങ്കിൽ FIUGP 1ാം സെമസ്റ്റർ ബിരുദ പരീക്ഷ കഴിഞ്ഞു. എന്നാൽ 1ാം സെമസ്റ്റർ സപ്ലിമെൻ്ററി ഇമ്പ്രൂവ്മെൻ്റ് പരീക്ഷ എന്ന് തുടങ്ങും? രജിസ്ട്രേഷനൊക്കെ കഴിഞ്ഞു, പക്ഷേ പരീക്ഷ തുടങ്ങുന്നതുമായി ബന്ധപ്പെട്ട് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ഇതുപോലെ വിശദീകരണം നൽകിയിട്ടില്ല. അതുപോലെ തന്നെയാണെന്ത് 3ാം സെമസ്റ്റർ ബിരുദ പരീക്ഷയും. FIUGP 3ാം സെമസ്റ്റർ ബിരുദ പരീക്ഷ കഴിഞ്ഞിട്ടാണ് സപ്ലിമെൻ്ററി ഇമ്പ്രൂവ്മെൻ്റ് പരീക്ഷ നടത്തിയത്. അപ്പോൾ ഇതിലൂടെ നമുക്ക് മനസ്സിലാകുന്ന ഒരു കാര്യം എന്നുള്ളത്, വരും വർഷങ്ങളിലും ഇതേ പാറ്റേൺ തന്നെയായിരിക്കും. ആദ്യം FIUGP പരീക്ഷകൾ നടത്തും. അത് 1 മുതൽ 6 സെമസ്റ്റർ വരെ ഉള്ളതായാലും അത് കഴിഞ്ഞതിന് ശേഷം മാത്രമേ, FIUGP പരീക്ഷ കഴിഞ്ഞതിന് ശേഷം മാത്രമേ സപ്ലിമെൻ്ററി ഇമ്പ്രൂവ്മെൻ്റ് എക്സാം കോൾ ഫോർ ചെയ്യുകയുള്ളൂ. അങ്ങനെയാണ് നമ്മൾ ഇപ്പോൾ കാണുന്നതും. ഇപ്പോൾ കറൻ്റിലി ഉള്ള ഉദാഹരണം എടുക്കുകയാണെങ്കിൽ 1ാം സെമസ്റ്റർ FIUGP പരീക്ഷ കഴിഞ്ഞു. എന്നാൽ 1ാം സെമസ്റ്റർ സപ്ലിമെൻ്ററി ഇമ്പ്രൂവ്മെൻ്റ് വിദ്യാർത്ഥികളുടെ രജിസ്ട്രേഷൻ മാത്രമേ കഴിഞ്ഞിട്ടുള്ളൂ. അതും 2 മാസം മുമ്പ് രജിസ്ട്രേഷൻ കഴിഞ്ഞതാണ്. എന്നാൽ പരീക്ഷ എന്ന് തുടങ്ങും എന്നതുമായി ബന്ധപ്പെട്ട് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ഇതുവരെ ഒരു വിശദീകരണവും നൽകിയിട്ടില്ല. അപ്പോൾ ഇതിലൂടെ നമുക്ക് മനസ്സിലാകുന്ന ഒരു കാര്യമെന്ന് പറയുന്നതാണ്, FIUGP പരീക്ഷ കഴിഞ്ഞതിന് ശേഷം മാത്രമേ സപ്ലിമെൻ്ററി എക്സാം ഉണ്ടാകുള്ളൂ. അപ്പോൾ പുതിയ കാണുന്നവരും എൻ്റെ വിസ്കൃത ഫോൺ ഡിസ്ക്രൈബ് ഫോർ ദ ഗ്രേഡിംഗ് തിങ്സ് ഫോർ വാച്ചിങ്. ബൈ.